നിങ്ങളെല്ലാം വാദവരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. നിങ്ങള് ഈ ഓഡിയൻസിന്റെ മുന്നിൽ വാദവരാതെ നിങ്ങളതായ പ്രശ്നങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങളെ കേട്ടിരിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾക്ക് മറുപടി പറയാനും സാഹചര്യം ഒരുക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഡിബേറ്റ്. അതല്ലെങ്കിൽ അടച്ചിട്ട റൂമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പോയിരിക്കായിരുന്നു. വളരെ വാദവരാതെ ജനാധിപത്യത്തെ കുറിച്ച് നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഒന്ന് നവ്യ സംസാരിച്ചതാണ്, മോദി ടോയ്ലറ്റ് ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാ. നവ്യനോട് ദയവ് ചെയ്ത് പറയാനുള്ളത്, മോദിക്ക് മുൻപും ഇവിടെ പ്രാഥമിക കാര്യങ്ങൾ മാനസികമായിട്ടുള്ള എല്ലാ അർത്ഥം കൊണ്ടും ആത്മാർത്ഥമായിട്ടും അവർ ചെയ്യുന്ന എല്ലാ പരിഗണന കൊണ്ടും ജനങ്ങളെ ദ്രോഹിക്കാതെ ഇവിടെ ടോയ്ലറ്റ് സംവിധാനം നിലവിലുണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ നിങ്ങൾ രണ്ടും ഒരു നാണയത്തിന്റെ വശങ്ങളാണെന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹം ഈ 9 വർഷം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പറയാം. ഞാൻ പറയട്ടെ നവ്യ, വാദോരാതെ വായടിപ്പിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മറ്റൊന്ന്, നീണ്ട വർഷക്കാലം കോഴിക്കോട് കോർപ്പറേഷൻ ഭരിച്ച കോർപ്പറേഷന്റെ വലിയ വികസന പദ്ധതികളെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. താങ്കൾ നിൽക്കുന്നത് കോഴിക്കോട് ഹൃദയഭാഗം ബീച്ചിലാണല്ലോ. നേരെ ആ ഭാഗത്തേക്ക് നോക്കാം, എൻ്റെ വിരൽ ചൂണ്ടിയ ആ ഭാഗത്തേക്ക് നോക്കിയാൽ കുട്ടികൾക്കൊരു പ്രാഥമിക പാർക്ക് ഉണ്ടായിരുന്നു. താങ്കൾക്ക് ഓർമ്മ ഉണ്ടോ? ഒരു തത്തമ്മ കൂടോട് കൂടിയിട്ടുള്ളൊരു പാർക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ അത് പൊളിഞ്ഞിട്ട് ഇന്ന് മയക്കുമരുന്നിന് ഒരു ശൗചാലയത്തിനും കൂടി അതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങളെ ഭാഗത്തുണ്ടാവുന്നത്. മറ്റൊന്ന്, ഇവിടുത്തെ കോഴിക്കോട് നഗരത്തിലെ ഡ്രെയിനേജുകളാണ്. ആ ഡ്രെയിനേജുകൾ നമുക്കറിയാം, ഒരു 4 ദിവസം തോരാതെ മഴ പെയ്താൽ കൃത്യമായിട്ട് മയ്യത്തുകളാണ് അതിൽ ഒലിച്ചു പോകുന്നത്. നടന്നു പോകാൻ സാധിക്കില്ല. പിന്നെ മുസാഫർ അഹമ്മദ് നേരത്തെ പറഞ്ഞ ആവിക്കൽ തോടാണ്. മാഡം പറഞ്ഞല്ലോ, ആവിക്കൽ തോട് എന്തുകൊണ്ട് ധാർഷ്ട്യത്തോടു കൂടി അവിടെ നിലനിർത്തിയില്ല എന്ന്. നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ അകത്ത് ചമ്മിയും എല്ലായിരിക്കാം. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഈ ആവിക്കൽ തോടായാലും കോതി അപ്രോച്ച് റോഡിന്റെ അവിടെ ആയാലും മുൻകാലങ്ങളിൽ നടന്ന സമര പരിപാടികൾ തീർച്ചയായും ഭരണകർത്താക്കൾക്കെതിരെ ഉണ്ടാവും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, ജനങ്ങൾ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. നിങ്ങൾ വാദോരാതെ 9 വർഷത്തെ വികസനം പറയുമ്പോൾ പാവം പുത്തുമലയിലെ പാവപ്പെട്ട എൻ്റെ സഹോദരന്മാരാണ്. അവിടെ മലയും കുന്നും ഇടിഞ്ഞുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ട നമ്മുടെ സഹോദരിമാരെ ഓർക്കാതെ പോയി സംസാരിക്കുന്നത് നവാസിനെ പോലുള്ള. അതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ബീച്ചിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്പെസിഫിക് ആണ് ക്വസ്റ്റ്യൻ. താങ്കൾ അതിൽ തന്നെ മറുപടി പറഞ്ഞാൽ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും ബീച്ചിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പ്രത്യേകിച്ചും അതിനു മുമ്പും ഈ ബീച്ചിനെ കോഴിക്കോട് വരുന്ന എല്ലാ ജനങ്ങൾക്കും വൈകുന്നേരങ്ങളിൽ വന്ന് അവരുടെ സായന്തനങ്ങളെ ചെലവഴിക്കാൻ കഴിയുന്ന രൂപത്തിൽ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് കോഴിക്കോട് കോർപ്പറേഷന്റെയും അതുപോലെ തന്നെ അത് സമയങ്ങളിലെ MLA പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ള ഭരണകർത്താക്കളുടെ എല്ലാം ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്, ഞാൻ പറയട്ടെ അല്ല, പാർക്കിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് പാർക്കുണ്ടോ ചോദിച്ചുകൊണ്ടല്ല, അതിനു മുമ്പും പിമ്പും അദ്ദേഹവും ഈ പറയുന്ന വാദോരാതെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളിലേക്ക് കടന്നത്. അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ചോദ്യ ഉത്തരത്തിലേക്കും വരാം. ഏറ്റവും അവസാനം പുത്തുമലയിലെ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്, ചോദ്യമല്ല പ്രസംഗം അവസാനിപ്പിച്ചത്. ആ കാര്യങ്ങളിൽ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ പോകാം. ഇന്നിപ്പോൾ നമ്മൾ ഈ മീഡിയ വണ്ണിന്റെ പരിപാടി നടക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് കോഴിക്കോട് ബീച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഒത്തുകൂടുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പേരിലേക്ക് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്താ പറയുക സ്വാതന്ത്ര്യ സമര കേന്ദ്രമായിട്ട് സ്വാതന്ത്ര്യ ചത്തുരമായിട്ട് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ ചത്തുരമായിട്ട് ഇതിനെ മാറ്റി തീർത്തത് അതൊരു വലിയ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒത്തുകൂടാൻ കഴിയുന്ന കേന്ദ്രം, ഇവിടെയെല്ലാം നേരത്തെ ജനങ്ങൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന കേന്ദ്രമായിരുന്നില്ല. ഓരോ ഘട്ടത്തിലും കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിന്റെ സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നതിലപ്പുറത്ത് ഇവിടെയുള്ള കുറെ കടകളിൽ വന്ന് ചായ കുടിക്കാമെന്നതിലപ്പുറത്തേക്ക് ഈ ബീച്ച് വളർന്നിട്ടുണ്ടായിരുന്നില്ല. ആ ബീച്ചിനെ ഘട്ടം ഘട്ടമായി നമുക്കെല്ലാവർക്കും ഇതുപോലെ സൗകര്യപ്രദമായി വന്നിരിക്കാൻ കഴിയുന്ന ഇടമായി, കൂടിച്ചേരാൻ കഴിയുന്ന ഇടമായി, ഒരു റൂമിനകത്തിരുന്ന് നടത്തുന്ന ചാനൽ ചർച്ച ഈ ബീച്ചിനകത്ത് വന്നുകൊണ്ട് ഫ്രീഡം സ്ക്വയറിൽ വന്ന് നടത്താൻ കഴിയുന്ന ഇടമാക്കി മാറ്റി തീർത്തു. ഏറ്റവും അവസാനത്തിൽ ഇവിടെ എല്ലാ പെട്ടിക്കടക്കാർക്കും ഒരുമിച്ച് സൗകര്യം, അവിടെയുള്ള അവരുടെ സാധാരണക്കാരായ അവരുടെ ജീവിത പ്രശ്നം പരിഹരിക്കുന്നതിൽ ഇവിടെ നിങ്ങൾ ചോദിച്ച ഒരു പാർക്കിന്റെ പ്രശ്നം, ലയൺസ് പാർക്കുമായി ബന്ധപ്പെട്ട ഇവിടെ നിങ്ങൾ ലയൺസ് പാർക്കിന്റെ ഒരു ഗവൺമെന്റ് ആ പാർക്ക് ഒഴിക്കപ്പെടേണ്ട അവസ്ഥയുള്ളതിനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ഇത് അല്ല കണ്ണടച്ച് നിങ്ങൾ
നിങ്ങളെ ഇട്ടാക്കുന്നത്. കാരണം കോഴിക്കോടിന്റെ ബീച്ചിനെ ഇത്ര സുന്ദരമായി ഇത്ര മനോഹരമായ ഒരുമിച്ച് വന്ന് അതിന്റെ സായന്തനങ്ങൾ മനോഹരമായി ചെലവഴിക്കാൻ കഴിയുന്ന ഇടമാക്കി മാറ്റിയിടത്ത് അവിടെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാർക്ക് പൊളിച്ചതിനെ കുറിച്ചും മാത്രമായിട്ട് അതിനെ ചുരുക്കി പ്രവർത്തനത്തിന്റെ ടോട്ടാലിറ്റിയെ കുറിച്ച് ആലോചിക്കണം. എന്താണ് ഈ ബീച്ച് ഇന്നലെ, എങ്ങനെയാണ് ഈ ബീച്ച് ഇന്നലെ എന്ന ടോട്ടാലിറ്റിയെ കുറിച്ച് കൂടി ആലോചിക്കണം.